ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നല്ലൊരു അടിപൊളി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ് കേട്ടോ. മാങ്ങ വെച്ചിട്ട്, മാങ്ങ മാത്രം മതി. മാങ്ങ വെച്ചിട്ട് നമുക്ക് കുറേ ആൾക്കാർക്ക് അറിയുന്ന റെസിപ്പി ആയിരിക്കും, എന്നാൽ അറിയാത്തവർക്ക് ഉപകാരമായിക്കോട്ടെ. അടിപൊളിയാണ്. നമ്മളെ മാങ്ങൻ്റെ സീസൺ ആണല്ലോ ഇപ്പോൾ. അപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. കിട്ടുന്ന സമയത്ത് ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂക്ഷിക്കാനും വേണ്ടി പറ്റൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 മാങ്ങയാണ് എടുത്തത് കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള 2 സൈസിലുള്ള 2 മാങ്ങയാണ് എടുത്തത്. അപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം പഴുത്ത മാങ്ങ തന്നെ നോക്കിയെടുക്കുക. അപ്പോൾ ആ 2 മാങ്ങ നമുക്കൊന്ന് ചെത്തിയിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയുക, അതിൻ്റെ തോലൊക്കെ ഒന്ന് പോക്കിയെടുക്കണം. നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത് ഞാനൊന്ന് അരക്കുന്നുമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാങ്ങ ഈ നാരില്ലാത്ത മാങ്ങ ആണെങ്കിൽ അത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനത് അരിച്ചും കൂടി എടുക്കുന്നുണ്ട്. വെറുതെ അരച്ചാൽ മാത്രം പോരാ, അരിപ്പ വെച്ചിട്ട് ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിൽ നല്ലോണം നാരുണ്ട്. നാരെന്ന് പറഞ്ഞാൽ നമ്മൾ ചേരി എന്നാണ് പറയുക. അപ്പോൾ ചേരിയുള്ള മാങ്ങ ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇതൊന്ന് അടിച്ചതിന് ശേഷം അരിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നാരില്ലാത്ത മാങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയത് നല്ല നാരുള്ള മാങ്ങയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. തോലൊക്കെ പോക്കി. ഇനിയിപ്പോൾ അത് നല്ല ചെറുതായിട്ട് മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് പൾപ്പാക്കി എടുക്കണം. മാംഗോ പൾപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫ്രഷ് ഇങ്ങനെ ആക്കി എടുക്കുന്നതിന് പകരം മാംഗോ പൾപ്പ് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അങ്ങനെ കിട്ടുന്നവർക്ക് അത് തന്നെ ഉപയോഗിച്ചാലും മതി. ഇത് ഫ്രഷ് ആകുമ്പോൾ നല്ല നമുക്ക് സീസൺ ആകുമ്പോൾ ഇഷ്ടംപോലെ മാങ്ങ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കലാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ അത് ഞാൻ നന്നായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നല്ല നാരുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാനിപ്പോൾ ഒന്ന് അരിപ്പ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കാണ്ടാണ് മാങ്ങ അടിച്ചെടുക്കേണ്ടത്. വെള്ളം ഒഴിക്കാൻ പാടില്ല. വെള്ളം ഒഴിക്കാണ്ട് അടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിത് വറ്റിക്കാൻ വേണ്ടി ഒരുപാട് സമയം പിന്നെ കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം വെള്ളം ഇല്ലാണ്ട് അരിച്ചെടുക്കാൻ വേണ്ടി നോക്കുക. ഇതിന് നന്നായിട്ട് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. നന്നായിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയിൽ നാരാണ് കണ്ടോ. അപ്പോൾ ഈ നാര് വേസ്റ്റാണ്, ഇത് പോക്കിയെടുക്കുക. അപ്പോൾ ഇത് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തിന്നുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നാര് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ ഈ മാംഗോ പൾപ്പ്, നമ്മളെ മാംഗോ പ്യൂരി എന്ന് പറയാം, ആ ഒരു മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതോടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി അത്യാവശ്യമായിട്ട് വേണ്ട സാധനം എന്ന് പറയുന്നത് തേങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്. ഇങ്ങനത്തെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതാണ്. ഇതിപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ ആയതുകൊണ്ടാണ് ഇത് എടുത്തത്. ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രഷ് തേങ്ങ എടുത്താലും മതി. ഏതായാലും കുഴപ്പമില്ല. നല്ല പ്യുവർ വൈറ്റ് കളറിലുള്ള എടുക്കുക കേട്ടോ. എന്നിട്ടിപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്ക് എടുക്കലാണ് നല്ലത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ആ ഒരു തേങ്ങയാണ്, ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഈ തേങ്ങ ഒന്ന് ചൂടായി കിട്ടണം. കളറൊന്നും മാറണ്ട, ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. നല്ലോണം ഒന്ന് ചൂടായി വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഇത്ര കളർ മാറ്റണ്ട കേട്ടോ. കളർ മാറ്റാണ്ടാണ് നല്ലത്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. കൈ കൊണ്ടൊന്ന് തൊട്ട് വയ്ക്കുമ്പോൾ നല്ല ചൂടായിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ മാങ്ങ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല കേട്ടോ. മാങ്ങയും തേങ്ങയും എടുക്കുന്നതിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു ഏകദേശ കണക്കാണ് ഞാൻ പറഞ്ഞത്. 2 മാങ്ങയും 1 കപ്പ് തേങ്ങയാണ് ഇപ്പോൾ എടുത്തത്. അപ്പോൾ നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ. അത് കുറച്ച് ടൈം എടുക്കും ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മൾ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെയാണ്. ഇത് നന്നായിട്ട് വറ്റി വരണം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 ടിന്നോളം ഞാൻ മിൽക്ക് മെയ്ഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് കപ്പളവ് പറയാൻ വേണ്ടി പറ്റില്ല. വലിയ ടിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക എത്ര മധുരം വേണമെന്നുള്ള, അതിനനുസരിച്ച് മധുരം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അത് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഞാൻ നോക്കിയ സമയത്തേ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ലേശം കൂടെ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ മിൽക്ക് മെയ്ഡ് ഒഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരിക. ഇനിയിപ്പോൾ നിങ്ങളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് നമ്മൾ മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് വരില്ല. അപ്പോൾ അതുണ്ടെങ്കിൽ ഇതന്നെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. മിൽക്ക് മെയ്ഡ് ഒഴിക്കലില്ല എന്നുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര കിട്ടുക. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് മാങ്ങൻ്റെ ഇതാണല്ലോ, അപ്പോൾ ഞാനൊരു മാംഗോ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി മാംഗോ എസൻസ് കേട്ടോ. ഇനിയിപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് ഏലക്കായാണ് ചേർക്കാൻ ഇഷ്ടമെങ്കിൽ ഏലക്കായിൻ്റെ പൊടി ചേർത്ത് കൊടുത്താൽ മതി. അല്ല വനില എസൻസ് ചേർക്കാനാണ് ഇഷ്ടമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. കുറച്ച് ടൈം എടുക്കും. ഒരു 10-15 മിനിറ്റ് എന്തായാലും മിനിമം എടുക്കും കേട്ടോ അതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങി. ഇതിങ്ങനെ വറ്റാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ കുറുകി വരാൻ വേണ്ടി തുടങ്ങി. ഇങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിയും കൊണ്ട് നിൽക്കണേ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അലുവയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സാണ്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വറ്റാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ട വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി തുടങ്ങാൻ വേണ്ടി തുടങ്ങി. നന്നായിട്ട് വറ്റി വരണം കേട്ടോ. നന്നായിട്ട് നല്ല വറ്റി വരണം. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് പകുതിയോളം വറ്റി. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ബട്ടർ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ഇടുന്നതെങ്കിൽ ഉപ്പില്ലാത്ത ബട്ടർ മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. ഇനിയിപ്പം ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് ചേർക്കണമെങ്കിൽ നെയ്യും ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യോ ബട്ടറോ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി.
ഞാനിപ്പം ബട്ടറാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് വരട്ടിയെടുക്കാമെന്ന് പറയില്ല നമ്മൾ, പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് എല്ലാം കൂടെ ഒറ്റ ഉരുളായിട്ട് വരുന്നവരെ ഇത് വരട്ടിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇത് വെള്ളമൊക്കെ ഒന്നും കൂടെ ഒക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ഇത് നല്ല എന്താ പറയുക, നമുക്ക് കൈ കൊണ്ട് എടുത്ത് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിൽ ആയുന്നവരെ ഇത് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനൊന്ന് സ്പീഡ് കൂട്ടി കാണിക്കുകയാണ്, കാരണം ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ വറ്റി വരാൻ. അപ്പോൾ അത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ ഇതിൻ്റെ ഒരു പാകം, ഇതിങ്ങനെ എല്ലാം കൂടെ ഒരൊറ്റ ഉരുളായിട്ട് വരും. അപ്പോൾ പാത്രത്തിലൊന്നും എവിടെ ഇനി ഒട്ടി പിടിക്കൊന്നും ചെയ്യില്ല. നമ്മളെ സ്പാച്ചിലൊക്കെ കണ്ടില്ല, ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഉള്ളത്, സ്പാച്ചിലിൻ്റെ മുകളിലൊന്നും തീരെ ഒട്ടൂല. അപ്പോൾ ഈ ഒരു പാകം ആയാലാണ് നമ്മളെ സാധനം റെഡിയായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ കടല, നമ്മൾ നിലക്കടല ചേർക്കുക, അല്ലെങ്കിൽ ബദാം ചേർക്കുക, അല്ലെങ്കിൽ പിസ്ത ചേർക്കുക, ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതൊക്കെ ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ചേർത്ത് കേട്ടോ. ആ നെയ്യിൽ വറുത്തൊന്നല്ല, മുറിച്ചിട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്, നമ്മൾ സാധനം ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറണം. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടോ നല്ല ചൂടൊക്കെ മാറി നല്ലതായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ തണുത്ത് കഴിഞ്ഞാലാണ് നമ്മളിത് ഉരുട്ടിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കയ്യിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്, ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് കൈ കൊണ്ടാക്കിയിട്ട് ഇതിൽ നിന്ന് ഓരോ ഉരുളെടുത്തിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ ഉരുട്ടിയെടുക്കുന്നതുകൊണ്ട് ഇതിനിപ്പം ഞാൻ മാംഗോ ലഡു എന്നാണ് പറയുക. ഇതിപ്പോൾ ഉരുട്ടാണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ അമർത്തി വെച്ചിട്ട് മുറിച്ചിട്ട് അലുവ മുറിക്കുന്ന പോലെ പീസാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇതിനെ മാംഗോ ബർഫി എന്ന് പറയുകയും ചെയ്യും കേട്ടോ. രണ്ടും ഒന്ന് തന്നെയാണ്, സെയിം റെസിപ്പി തന്നെയാണ്. അപ്പം മാംഗോ ബർഫിയോ ലഡു എന്താക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനാക്കാം. ഞാനിപ്പോൾ ഈ ഒരു അളവിൽ 12 ലഡുവാണ് എനിക്ക് കിട്ടിയത്. ഇനിയിപ്പോൾ അതാ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാനൊരു പ്ലേറ്റിൽ 2 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഓരോന്ന് ഇട്ടിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കാണിച്ചറിയാം, ഞാനിപ്പോൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സിലിക്കോൺ കപ്പിൻ്റെ മോൾഡിലാണ് ഇപ്പോൾ വെക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് സെർവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ അതൊന്നും നിർബന്ധമൊന്നുമില്ല, ഒന്നും ഇല്ലാണ്ടും ചെയ്യാം കേട്ടോ. നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് നന്നായിട്ട് ഈ കോക്കനട്ടിലൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് കൈ കൊണ്ടൊന്നും കൂടെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മൾ ആ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിന്. കോക്കനട്ട് ലഡു അല്ല, മാംഗോ കോക്കനട്ട് ലഡു ഇവിടെ റെഡി ആയിന്. അതുപോലെ നമ്മൾ ആ സിലിക്കോൺ മോഡലിലേക്ക് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാൻ. അതിന് വേണ്ടിയിട്ടാണ് അതിലിട്ടത് കേട്ടോ. ഒരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് അതിൽ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, മോൾഡ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് സാധാരണ ഒരു പ്ലേറ്റിൽ വിളമ്പിയാലും നല്ല ഭംഗി തന്നെയാണ് കാണാൻ കേട്ടോ. രണ്ടും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിപ്പോൾ അടുത്തൊരു മോൾഡിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞല്ലോ 12 എണ്ണമാണ് എനിക്ക് കിട്ടിയത്. അതിൽ 6 എണ്ണം ഞാനിങ്ങനെ സിലിക്കോൺ മോൾഡിലാണ് വെച്ചത്. അപ്പോൾ കണ്ടോ നല്ലൊരു ഭംഗിയാണ് കാണാൻ തന്നെ. ഇനിയിപ്പോൾ ഈ സിലിക്കോൺ മോൾഡ് അല്ലാണ്ട് സാധാരണ നമ്മൾ പേപ്പർ കപ്പിൽ ഉണ്ടെങ്കിൽ അതിൽ വെച്ചാൽ മതി, നല്ല ഭംഗി തന്നെയാണ് കേട്ടോ കാണാൻ. അപ്പോൾ 6 എണ്ണം ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ 6 എണ്ണം ഞാൻ സാധാരണ ഒരു പ്ലേറ്റിൽ അതില്ലാണ്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഉണ്ടോ ഒരു പ്ലേറ്റിൽ ഞാൻ അതൊന്നും ഇല്ലാണ്ട് വെച്ചതാണ്. എങ്ങനെ വെച്ചാലും നല്ല ഭംഗി തന്നെയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ഇത് നിങ്ങൾക്ക് ഒരു 2 ആഴ്ച വരെ സുഖമായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഒന്നും ആവില്ല, നമുക്ക് സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം എന്നേ ഉള്ളൂ. ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച വരെയൊക്കെ നിൽക്കൂട്ടത്. ഒരു കേടൊന്നും ആവില്ല, കാരണം അത്രയും നമ്മൾ വയറ്റി എടുത്തതാണ്, അതുകൊണ്ട് പെട്ടെന്ന് കേടൊന്നും ആവില്ല. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ലൊരു മാംഗോൻ്റെ ഫ്ലേവറുമാണ് വരിക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്നും പറയണ പോലെ തന്നെ ഇനി അടുത്തതിൽ കാണാം. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. അസ്സലാമു അലൈക്കും.